സിപിഐഎം നേതൃയോഗത്തിൽ വികാരനിർഭരനായാണ് ഇ.പി. ജയരാജൻ നിലപാട് വിശദീകരിച്ചത്. തനിക്കെതിരെ ഒരു വിഭാഗം നിരന്തരം പ്രവർത്തിക്കുന്നുവെന്നും ദല്ലാൽ കുടുക്കാൻ ശ്രമിച്ചതാണെന്നും ഇ.പി. വ്യക്തമാക്കി. വിശദീകരണം മുഖവിലക്കെടുത്ത നേതൃത്വം നടപടികളിലേക്ക് കടക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു. വിവാദങ്ങൾക്കിടെ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് ഇ.പി. ജയരാജൻ ചൂണ്ടിക്കാട്ടി. കുറെ കാലമായി ഒരു സംഘം തനിക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും ഇ.പി. വികാരനിർഭരനായി. ശോഭാ സുരേന്ദ്രന്റെ ആരോപണങ്ങൾ അതിന്റെ ഭാഗമാണ്. ദല്ലാൽ നന്ദകുമാർ തന്നെ കുടുക്കാൻ ശ്രമിച്ചുവെന്നും ഇ.പി. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചു. അതേസമയം പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്നും അതുകൊണ്ടാണ് പാർട്ടിയെ അറിയിക്കാത്തതെന്നും ജയരാജൻ നേതൃയോഗത്തിൽ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് മുഖവിലക്കെടുത്തു. ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോയിട്ടില്ലല്ലോ, പോകാൻ പോയിട്ടില്ല, പോകുന്നതിന് ഉദ്ദേശിച്ചിട്ടില്ല. അത്രയും കാര്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ സംശയം? ദുഷ്ടലാക്കൊന്നും കാണുന്നില്ല. വേറെ എന്തെങ്കിലും ദുഷ്ടലാക്ക് വന്നിരിക്കുന്നു? അത്ര നിഷ്കളങ്കമാണ്. ജയരാജന്റെ നടപടിയിൽ അതൃപ്തിയുള്ള ഘടകകക്ഷികളെ സിപിഐഎം കാര്യങ്ങൾ ബോധിപ്പിക്കും. LDF കൺവീനർ സ്ഥാനത്ത് ഇ.പി. ജയരാജൻ തുടരുകയും ചെയ്യും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.